ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു അഭ്യർത്ഥനയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയേ. ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഷീ ബിക്കെയിം വെരി ഹാപ്പി. ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി? എന്താ പറയുന്നത്? എന്താണ്, ഫയർമാൻ ദിൽനയെ വിളിച്ചിട്ട് ഒരു അവാർഡ് കൊടുത്തു. അങ്ങനെ ദിൽന വളരെ ഹാപ്പിയായി. അവൾ അത് അവളുടെ ഡയറിയിൽ എഴുതി. എന്തൊക്കെയായിരിക്കും അവൾ അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കൂ. 25 ജൂൺ 2025 മൺഡേ. ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങലാണ്. ആരാണ്? ദിൽന അല്ലേ? യെസ്. എന്താ എഴുതുന്നത്? ഐ എം റിയലി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ വാസ് ഏബിൾ ടു സേവ് മൈ മദർ ഫ്രം ആൻ ആക്സിഡൻറ്റ്. എനിക്ക് എൻ്റെ അമ്മയെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ്. വെൻ ഐസക് ആൻഡ് ഐ റിട്ടേൺഡ് ആഫ്റ്റർ പ്ലേയിങ് വി ഫൗണ്ട് മൈ മദർ ലൈയിങ് ഓൺ ദ ഫ്ലോർ. ഞാനും ഐസക്കും കളി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ നിലത്ത് കിടക്കുന്നത് കണ്ടു. നോട്ട് നോയിങ് വാട്ട് ടു ഡു വി ബിക്കെയിം വെരി ആങ്ഷ്യസ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞങ്ങൾ വളരെ ടെൻഷൻ അടിച്ചു, ഞങ്ങൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു. സഡൻലി ഐ റിമെമ്പേർഡ് വാട്ട് മൈ ഗ്രാൻഡ് മദർ ഹാഡ് ടോൾ മീ. പെട്ടെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ദാറ്റ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ വി ഷുഡ് കോൾ 101. എന്താണ്, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമ്മൾ 101 വിളിക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. ആസ് സൂൺ ആസ് ഐ കോൾ 101 2 firemen arrived and rescued my mother. ഞാൻ വിളിച്ച ഉടനെ തന്നെ 2 ഫയർമെൻ വന്നിട്ട് എൻ്റെ അമ്മയെ രക്ഷിച്ചു. For taking the right decision at the right time, I was invited to the fire station and presented with an award. എന്താണ്, ഞാൻ കറക്റ്റ് സമയത്ത് ഒരു ഡിസിഷൻ എടുത്ത് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചത് കൊണ്ട് അവർക്ക് സന്തോഷമായിട്ട് അവരെനിക്ക് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടൊരു സമ്മാനം തന്നു, ഒരു അവാർഡ് തന്നു. They praised me and called me a real hero. But I know what I did was my duty. എന്താ പറയുന്നത്? അവരെന്നെ ഒരുപാട് പൊഴുത്തിയിട്ട് പറഞ്ഞു ഞാനൊരു റിയൽ ഹീറോ ആണെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ഞാൻ ചെയ്തത് എൻ്റെ അമ്മയെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമ മാത്രമാണ് എന്ന് എനിക്കറിയാം. ഇതാണ് ഡയറി എൻട്രി. ആക്ടിവിറ്റി 2. Read the following sentences and check whether they are true or false. Color the appropriate boxes. കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിന് നേരെ നമ്മളോട് കളർ ചെയ്യാനും പറയുന്നുണ്ട്. ആ ബോക്സ് കളർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ശരിയാണെങ്കിൽ പച്ച, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ചുവപ്പ്. ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഇൻ ദ ലിവിംഗ് റൂം. അവർ ലിവിംഗ് റൂമിൽ വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ദിൽനയും ഐസക്കും ആണോ? അല്ല, അവരെവിടെ വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്? ദേ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. രണ്ടാമത്തത്, ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. ആ ഫയർമാൻ എന്താണ്, ദിൽനയുടെ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്തു. അവർ വെള്ളം കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണോ അത്? അല്ല, എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം അവരെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം കൊടുത്തത് അല്ലേ? അപ്പോൾ അവിടെ റെഡ് തന്നെയാണ്, ഫോൾസ് ആണത്. മൂന്നാമത്തത്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന അവളുടെ അമ്മയുടെ കൂടെ കളിക്കാറുള്ള ഗെയിം പെട്ടെന്ന് ഓർമ്മിച്ചു. അമ്മയുടെ കൂടെയാണ് അവൾ ഗെയിം കളിക്കാറ്? അല്ല, ഗ്രാൻഡ് മദറിൻ്റെ കൂടെ അല്ലെ, മുത്തശ്ശിയുടെ കൂടെയാണ്. സോ അതും റോങ് ആണ്, റെഡ് കളർ തന്നെ മാർക്ക് ചെയ്യുക. നാലാമത്തത്, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി ക്ഷണിച്ചു. കറക്റ്റാണ് അല്ലേ? അതെ, അപ്പോൾ അത് പച്ചയ്ക്ക് കളർ ചെയ്യുന്നു. അടുത്തത്, ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഈ ഒരു എമർജൻസി സിറ്റുവേഷനെ അവൾ ഫേസ് ചെയ്ത് അവളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ വെച്ചിട്ടാണ്. ആണോ? ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അവൾക്കില്ല അല്ലേ? അവൾ ചെയ്തത് എങ്ങനെയാണ്? അവൾ മുത്തശ്ശിയുടെ കൂടെ കളിച്ച ഒരു ഗെയിമിൻ്റെ ഓർമ്മയിൽ മാത്രമാണ് അവളത് ചെയ്തത്. സോ അതും റോങ് ആണ്, റെഡ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത്, കറക്റ്റ് ദ ഫോൾസ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. നേരത്തെ തന്നതിൽ തെറ്റായ സെൻറ്റൻസിന് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നോക്കാലോ. ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദിയർ ഹൗസ്. വീടിൻ്റെ പുറകുവശത്തെ മുറ്റത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. കുറച്ചു ബെറ്ററായി തോന്നാൻ വേണ്ടിയാണ് ദിൽനയുടെ അമ്മയ്ക്ക് ഫയർമാൻ വെള്ളം കൊടുത്തത്. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിനോട് കളിച്ച ഗെയിമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനയെ ഇൻവൈറ്റ് ചെയ്തു. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിൻ്റെ കൂടെ കളിച്ച ഒരു ഗെയിമിൻ്റെ ബേസിലാണ് അവൾ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തത്. അടുത്ത ആക്ടിവിറ്റി 3 ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. നമുക്കൊരു നോട്ടീസ് വായിക്കാം. നോട്ടീസ് എന്താണ്? ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ. നമ്മുടെ ലിറ്റിൽ ഹീറോയെ ഓണർ ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അനുമോദിക്കുന്ന ചടങ്ങ്. GLPS ശ്രീപുരം ഗവൺമെൻറ് സ്കൂളിലത്തെ വാർത്തയാണ് കേട്ടോ. ഓൺ 12th January 2025 at 2 PM വെന്യൂ എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. Okay, dear friends, we are happy to invite you to a special program to honor
ശ്രുതി, ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഉജ്ജ്വല ബാല്യം അവാർഡ് ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. എന്താ പറയുന്നത്? ശ്രുതി എന്ന് പറഞ്ഞ കുട്ടിയെ അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മീറ്റിംഗ് സ്പെഷ്യൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അവൾക്ക് ഉജ്ജ്വല ബാല്യം അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന്, അല്ലേ, പഠിക്കേണ്ട ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് അവൾക്കൊരു ഉജ്ജ്വല ബാല്യം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ദ ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്ഥലം എവിടെയാണ്? ശ്രീപുരം. 1 ജനുവരി 2025 ആണ് ഡേറ്റ്. ഹെഡ് മാസ്റ്റർ GLPA ശ്രീപുരം. സോ ഇങ്ങനെയാണ് ഒരു നോട്ടീസ് ഉണ്ടാവുക കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് 3-4 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. എന്താണ്? വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? ഈ നോട്ടീസ് എന്തിനെക്കുറിച്ചുള്ളതാണ് നോട്ടീസ്? ദ നോട്ടീസ് ഈസ് അബൌട്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഓണർ ശ്രുതി, ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഉജ്ജ്വല ബാല്യം അവാർഡ്. ഉജ്ജ്വല ബാല്യം അവാർഡ് കിട്ടിയ ശ്രുതി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓണർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ നോട്ടീസ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? അതിൻ്റെ ഹെഡിങ് എന്താണ്? ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. വെർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എവിടെയാണ് ഇത് നടക്കാൻ പോകുന്നത്? വെന്യൂ, അല്ലേ? യെസ്, ദ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അതിന് വെന്യൂ എന്നാണ് പറയുക, അല്ലേ? യെസ്. വെൻ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ 12th January 2025 at 2 PM. ജനുവരി 12, 2025 ജനുവരി 12, 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ പരിപാടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്നത്. ഹൂ വിൽ ഇനോഗ്രേറ്റ് ദ പ്രോഗ്രാം? ആരാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്? ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ വിൽ ഇനോഗ്രേറ്റ് ദ പ്രോഗ്രാം. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കുള്ള ആക്ടിവിറ്റി നോക്കാം. ദിൽന ബിക്കേം എ ഹീറോ. ദിൽന ഒരു ഹീറോ ആയിട്ട് മാറി. ഷി വാസ് ഇൻവൈറ്റഡ് ടു ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ചെറുവാപ്പടിയിലുള്ള ഒരു ഫയർ സ്റ്റേഷനിലേക്ക് അവാർഡ് മേടിക്കാൻ വേണ്ടി ദിൽനയെ വിളിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ഈ പരിപാടിയെക്കുറിച്ച്, ഈ പ്രോഗ്രാമിനെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറയുന്നത് നമ്മളോട്. വെന്യൂ ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ ഹാളാണ്. ഡേറ്റ് 10th July 2025 ആണ്. ടൈം 10 മണി, രാവിലെ 10 മണി, 10 AM ആണ്. ചീഫ് ഗസ്റ്റാണ് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് നോട്ടീസ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നോക്കി, ഇങ്ങനെയാണ് നമ്മളുടെ നോട്ടീസ്. ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ തന്നെ നമുക്ക് ഇവിടെയും ഹെഡിങ് കൊടുക്കുക, അല്ലേ? ബിക്കോസ് ഇവിടെയും ലിറ്റിൽ ഹീറോ തന്നെയാണ് അവൾ. ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ സ്ഥലം കൊടുത്തു. എപ്പോഴാണ് ഡേറ്റ് ഉണ്ട്? ഓൺ 10th July 2025. ടൈം at 10 AM. വെന്യൂ ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ. ഇനി, ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഓണർ ദിൽന. ദിൽനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോട്ടീസ്. ഹു ബിക്കേം എ ഹീറോ ബൈ സേവിങ് എ ലൈഫ് ത്രൂ ഹെർ ടൈംലി ആക്ഷൻ. കൃത്യമായ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷിച്ച ദിൽനയെ ഓണർ ചെയ്യാൻ, അനുമോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. ഷീ വിൽ ബി പ്രസൻറ്റഡ് വിത്ത് ആൻ അവാർഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹെർ ബ്രേവറി ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്, അല്ലേ? കൃത്യമായ ധൈര്യത്തിനും അവളുടെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനുള്ള അവളുടെ മനസ്സിനും നമ്മൾ അവൾക്കൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്ഥലം ചെറുവാപ്പടി. ഡേറ്റ് 1st July 2025. അത് ചെയ്യുന്ന ആളാരാണ്? സ്റ്റേഷൻ ഓഫീസർ, ചെറുവാപ്പടി ഫയർ സ്റ്റേഷൻ. സോ ഇങ്ങനെയാണ് ആ ഒരു നോട്ടീസ് തയ്യാറാക്കുക. ആക്ടിവിറ്റി 4. ദ ഫയർമെൻ ഹെൽപ്പ് ദിൽനാസ് മദർ വേക്കപ്പ്. ദിൽനയുടെ മദറെ എഴുന്നേൽക്കാൻ വേണ്ടി ഫയർമെൻ ഹെൽപ്പ് ചെയ്തു. ദിൽന വിഷ് ടു താങ്ക് ദം. ദിൽനക്ക് അവർ താങ്ക് ചെയ്യണം, നന്ദി പറയണം തോന്നി. ഷീ മേഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അവൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ഓഫീസർ. എന്താ പറയുന്നത്? നിങ്ങൾ ക്ലാസ്സിൽ ചെറിയ 2 ആൾക്കാർ ഫോൺ തമ്മിൽ വിളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ അവിടെ സെൻറ്റൻസ് എഴുതാൻ, എന്താണ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അതാണ് ആക്ടിവിറ്റി. നോക്കൂ, അവർ തന്ന സെൻറ്റൻസ് ഇത് രണ്ടുമാണ്. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവാപ്പടി. ഹലോ, ഞാൻ ദിൽനയാണ്, കോളിംഗ് ഫ്രം ചെറുവാപ്പടിയിൽ നിന്ന് വിളിക്കുന്നു. ഓ, ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന? എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. സുഖമായിരിക്കുന്നോ ദിൽന എന്ന് ചോദിച്ചു. ഐ ആം ഫൈൻ മാം. ഞാൻ സുഖമായിരിക്കുന്നു മാം. ഐ കോൾ ടു താങ്ക് യു ആൻഡ് യുവർ ടീം ഫോർ ഹെൽപ്പിംഗ് മൈ മദർ. ഞാൻ വിളിച്ചതിപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടുകാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെയും ടീമിനെയും എനിക്ക് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. എൻ്റെ അമ്മയെ സഹായിച്ചതിന്, എൻ്റെ അമ്മയെ രക്ഷിച്ചതിന് എന്ന് പറയുന്നു ദിൽന. ഇനി നോക്കിയേ, യു ആർ വെൽക്കം ദിൽന. വി ആർ ഹാപ്പി ദാറ്റ് യുവർ മദർ ഈസ് വെൽ നൗ. എന്താ പറയുന്നത്? ഓ, വളരെ സന്തോഷം ദിൽന, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ അമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈംലി ഹെൽപ്പ് മാം എന്ന് പറയുകയാണ്. ആര്? ദിൽന പറയലാണ്. നിങ്ങൾ സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് എൻ്റെ അമ്മ രക്ഷപ്പെട്ടത്. താങ്ക് യു മാം എന്ന് പറഞ്ഞു. അപ്പോൾ മാം ഓഫീസർ എന്താ പറയുന്നത്? വി വെർ ഏബിൾ ടു ഹെൽപ്പ് ബിക്കോസ് യു കോൾഡ് അസ് അറ്റ് ദ റൈറ്റ് ടൈം. ഞങ്ങൾക്ക് നിൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞത് നീ കറക്റ്റ് സമയത്ത് ഞങ്ങളെ വിളിച്ചത് കൊണ്ടാണ്.
ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് മൈ റെസ്പോൺസിബിലിറ്റി ടു സേവ് മൈ മദർ, വാസൻറ്റ് ഇറ്റ് മാം? എന്താ ചോദിക്കുന്നത്? എൻ്റെ അമ്മയെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ മാം, ഞാൻ അത് മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ് ആര് ചോദിക്കുന്നത്? ദിൽന ചോദിക്കുന്നത്. ഓഫ് കോഴ്സ്, അതെ, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അതിൻ്റെ കടമ തന്നെയാണ്. അവർ കൺട്രി നീഡ് സ്മാർട്ട് ആൻഡ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ ലൈക്ക് യു. നിന്നെപ്പോലെ സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള നിന്നെപ്പോലത്തെ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യമെന്ന് ഓഫീസർ അവളെ അനുമോദിക്കലാണ് കേട്ടോ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതാം. ഇനി അല്ല നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോസ് സം എമർജൻസി സിറ്റുവേഷൻസ്. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ്. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ആണത്. ആ സിറ്റുവേഷൻ എന്തൊക്കെയാണ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കി, എന്തോ പൊട്ടിത്തെറിച്ചാണ് അല്ലേ? യെസ്, പൊട്ടിത്തെറിച്ച് നടുക്കത്തെ ആൾക്ക് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് എൻ എക്സ്പ്ലോഷൻ, എന്തോ സ്ഫോടനമാണ്. രണ്ടാമത്തത് കാറും ബൈക്കും നമ്മൾ കൂട്ടിയിടിച്ചാണ്. സോ ഇറ്റ്സ് എ റോഡ് ആക്സിഡൻറ്റ്. മൂന്നാമത് എന്താണ്? സിലിണ്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, ഗ്യാസ് സ്റ്റൗവിലും പൊട്ടിത്തെറിക്കുന്ന കാണുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്യാസ് സിലിണ്ടർ എക്സ്പ്ലോഷൻ, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ്. നാലാമത്തെ എന്താണ്? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി താണു പോകുന്ന കാണുന്നത്. സോ ഇറ്റ്സ് ഡ്രൗണിങ്, വെള്ളത്തിൽ താണു പോകലാണ് കേട്ടോ. ഇതാണ് 4 എമർജൻസി സിറ്റുവേഷൻസ്. ഇനി നമ്മളോട് കുറച്ച് ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അറിയുന്നത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരാവുന്ന ഇതുപോലുള്ള എമർജൻസി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അത് എഴുതാനാണ് പറയുന്നത്. എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം ഉണ്ടാവാം. ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടാവാം. ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ അല്ലേ, അതുണ്ടാകാം. ബിൽഡിംഗ് കൊളാപ്സ്, വലിയ ബിൽഡിംഗ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാം. ഇലക്ട്രിക് ഷോക്ക്, വൈദ്യുതിയിൽ നിന്ന് ഷോക്ക് ഏൽക്കാം. സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടി ഏൽക്കാം. ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം ഉണ്ടാകാം. സുനാമി ഉണ്ടാകാം. ഫോറസ്റ്റ് ഫയർ അല്ലേ, വനങ്ങൾക്ക് കാടിനൊക്കെ തീ പിടിക്കാം. ഇതൊക്കെ ചില എക്സാമ്പിൾസാണ്. ഇനിയും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അവിടെ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ശ്രദ്ധയോടുകൂടി വായിക്കുക. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. എന്താ പറയുന്നത്? ദിൽനയും അവളുടെ ബ്രദറും കൂടി ബാക്ക് യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വാതിലിന് നേരെ ഓടി തുറക്കാൻ വേണ്ടിയിട്ട്. അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കി. എന്നിട്ട് ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ഇവിടെ കുറച്ച് വേർഡുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദിൽന, ബാക്ക് യാർഡ്, ഡോർ എന്നൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇവയെ വിളിക്കുന്ന പേരാണ് നെയിമിംഗ് വേർഡ്സ്. എന്താ പറയുന്നത് നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ആളുകളുടെ, സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ, സാധനങ്ങളുടെയൊക്കെ പേരിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുക കേട്ടോ. അത് പേര് മാത്രം, അതായത് ഇപ്പം ബാബു, രമ അല്ലെങ്കിൽ വിദ്യ അങ്ങനെയുള്ള പേര് മാത്രമായിരിക്കില്ല. ചിലപ്പം ബ്രദർ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡാണ്. ഇവിടെ നോക്കൂ, ഡോർ, വാതിൽ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡാണ്. പിന്നെ വെള്ളം എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡാണ്. പിന്നെ ടൈഗർ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡാണ്. ആനിമൽ എന്ന് പറയുന്ന ഒരു നെയിമിംഗ് വേർഡാണ്. സോ അതൊക്കെ നെയിമിംഗ് വേർഡ്സിൽ വരും. അതൊക്കെ നൗൺസ് എന്നുള്ള സെക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങളതെല്ലാം താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ മക്കളെ. സോ ഇവിടെ നമുക്ക് ചെറിയ നെയിമിംഗ് വേർഡ്സ് ടെക്സ്റ്റിലുള്ള ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആക്ടിവിറ്റി. നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. യെസ്, നോക്കൂ എന്താ ആക്ടിവിറ്റി എന്ന്. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. ഇതുപോലെയുള്ള നെയിമിംഗ് വേർഡ്സ് ഈ പാഠത്തിൽ നിന്ന്, കഥയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഐസക് എന്നുള്ളൊരു നെയിമിംഗ് വേർഡാണ്, പേര്, ഡയറക്റ്റ് പേരാണ്. ബ്രദർ, ബാക്ക് യാർഡ്, ഹൗസ്, സ്കൈ, റെയിൻ, കിച്ചൺ, പ്ലേറ്റ്, കുക്കീസ്, ടേബിൾ, ലിവിംഗ് റൂം, മദർ, ഗ്രാൻഡ് മദർ, ഫാദർ, രാംനഗർ, ചെറുവാപ്പടി, ഫയർമെൻ, ഫോൺ, ഐ, വാട്ടർ, ഡോട്ടർ, ഫയർ സ്റ്റേഷൻ, സിസ്റ്റർ, എക്സെട്ര. ഓക്കെ, ഇതൊക്കെ നെയിമിംഗ് വേർഡ്സാണ്. സോ ഇതുപോലെ നിങ്ങൾക്കും കിട്ടുമെങ്കിൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഇനിയും കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക കേട്ടോ മക്കളെ. അടുത്തത് ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ആക്ഷൻ വേർഡ്സ് വെച്ചിട്ട് ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ്സ് ആണ്. നെയിമിംഗ് വേർഡ്സ് എന്താണ്? നൗൺസ് ആണ് കേട്ടോ. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, വേർബ്സ്. കരയുക, ചിരിക്കുക, തുള്ളുക, ഓടുക, ഓക്കെ, അതൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ്. മനസ്സിലായല്ലോ? ഐ ആം റീഡിങ്, ഞാൻ വായിക്കുന്നു. ഐ ആം സ്റ്റഡിങ്, ഞാൻ പഠിക്കുന്നു. ഷീ ഈസ് ടീച്ചിങ്, അവൾ പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് കേട്ടോ. ഇവിടെ നോക്കിയാലോ, ദിൽന ഈസ് സ്കിപ്പിംഗ്, സ്കിപ്പ് ചെയ്യുകയാണ് അല്ലേ. അതിനെന്താണ് അവിടെ ആക്ഷൻ വേർഡ്? അതാണ് സ്കിപ്പിംഗ് എന്നുള്ളതൊരു ആക്ഷൻ വേർഡാണ്. ഐസക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ, ഐസക് എന്ത് ചെയ്യാണ്? ട്രീ, മരം കയറുകയാണ്, ക്ലൈംബിംഗ്, അതൊരു ആക്ഷൻ വേർഡാണ്. അവിടെ നോക്കിയാൽ ദിൽന ഈസ് റീഡിങ് ദ ബുക്ക്, ദിൽന ബുക്ക് വായിക്കുകയാണ്. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്, അവർ സ്പീഡിൽ ഓടുകയാണ്, റണ്ണിങ്.
സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ റണ്ണിങ് എന്നുള്ളത് അവിടെ ആക്ഷൻ വേർഡാണ്. ദേ ആർ വാച്ചിങ് ദ ടി വി, അവർ ടി വി കാണുകയാണ്. വാച്ചിങ് എന്നുള്ളത് അവിടെ ആക്ഷൻ വേർഡാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരോടുകൂടെ കളിക്കുകയാണ്. അവിടെ പ്ലേയിങ് എന്നുള്ളത് എന്താണ്? ആക്ഷൻ വേർഡ്സ് ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ഒരു 10 ആക്ഷൻ വേർഡ്സ് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വലിയ ആൾക്കാരെ കാണിച്ചിട്ട് ചോദിക്കണം കേട്ടോ, ഇത് ആക്ഷൻ വേർഡ്സ് ആണോ എന്ന് ചോദിക്കണം. മനസ്സിലായല്ലോ? ഇനി ആക്ടിവിറ്റി 8. ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. സോറി, എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സ്റ്റോറിയിൽ നിന്ന് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. അതിനെ കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റാനാണ് പറയുന്നത് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ. ദിൽന റഷ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. ദ ഫയർമാൻ റഷ് ഇൻ ടു ദ ഹൗസ്. She ran to the phone and dialed 101. The mother smiled at the firemen and thanked them. Dilna and her little brother were playing in the backyard. They spotted a plate of cookies on the table. Dilna was invited to the fire station to receive an award. ഇവിടെ ഏതാ ഏറ്റവും ആദ്യം സംഭവിച്ചത്? ഒന്നാമത്തത് ഏതാണ്? ദിൽനയും അവളുടെ ലിറ്റിൽ ബ്രദറും ബാക്ക് യാർഡിൽ കളിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. അടുത്തത് ഏതാണ്? അവർ കളി മതിയാക്കി അകത്തേക്ക് വന്നപ്പോൾ ദ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. ഒരു പ്ലേറ്റിൽ നിറച്ചും കുക്കീസ് ടേബിളിൽ വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ എന്താണ്? അമ്മയെന്ന് വിളിച്ചപ്പോൾ അമ്മയെ കാണാത്തത് കൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി. അപ്പോൾ അമ്മ ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അമ്മയെ വിളിച്ച് എഴുന്നേൽപ്പിക്കലാണ് അല്ലേ? ദിൽന റഷ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻറ്റ്ലി. പെട്ടെന്ന് അമ്മയെ സഹായിക്കണം, എന്താ രക്ഷിക്കണം എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് 101 വിളിക്കാൻ ഓർമ്മ വന്നു. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. പിന്നെയോ 2 ഫയർമെൻ വന്നു അല്ലേ? ദ ഫയർമെൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമെൻ ആൻഡ് താങ്ക് ദം. അവർ ദിൽനയുടെ അമ്മയെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ അമ്മ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനെ അങ്ങനെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു അവാർഡ് കൊടുത്തു. ഇതാണ് ആ ഓർഡർ കേട്ടോ. 7 സെൻറ്റൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠവും കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറിയാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്